വിശദമായ വാർത്തകളിലേക്ക് കലാഭവൻ മണി അവസാനമായി അവതരിപ്പിച്ച സ്റ്റേജ് ഷോ പീപ്പിൾ ടിവി സംപ്രേഷണം ചെയ്യുന്നു. നാളെയും മറ്റന്നാളും രാത്രി 9 മണി മുതലാണ് സംപ്രേഷണം. ശാരീരിക അസ്വാസ്ഥ്യമൊന്നും പ്രകടിപ്പിക്കാതെയാണ് മണി ഷോയിൽ കാണികളെ കയ്യിലെടുക്കുന്നത്. കേരളം ഇങ്ങനെ ഒരു കലാകാരനും വിട നൽകിയിട്ടുണ്ടാവില്ല. കേരളീയരെ ചിരിപ്പിച്ച് നൃത്തം ചെയ്യിപ്പിച്ച് ഒടുവിൽ കരയിച്ച് കലാഭവൻ മണി യാത്രയായി. മണിനാദം നിലച്ചിട്ടില്ല, മാഞ്ഞിട്ടില്ല. കലാഭവൻ മണിയുടെ അവസാന സ്റ്റേജ് പ്രോഗ്രാം പീപ്പിൾ ടിവി സംപ്രേഷണം ചെയ്യുന്നു. മാർച്ച് 24, 25 തീയതികളിൽ രാത്രി 9 മുതൽ. മുത്താണ് മണിമുത്ത്, നിങ്ങളുടെ പീപ്പിൾ ടിവിയിൽ മാത്രം. കലാഭവൻ മണിയുടെ ശരീരത്തിൽ കീടനാശിനിയുടെ അംശമില്ലായിരുന്നുവെന്ന് ആവർത്തിച്ച് കൊച്ചി അമൃത ആശുപത്രിയുടെ റിപ്പോർട്ട്. മരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടത്തിന്റെ പൂർണ്ണ റിപ്പോർട്ട് പോലീസിന് കൈമാറി. കരൾ രോഗവും കിഡ്നിയുടെ തകരാറുമാണ് മരണകാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പോലീസ് ഡോക്ടർമാരുടെയും ലാബ് ജീവനക്കാരുടെയും മൊഴിയെടുത്തു. കലാഭവൻ മണിയുടെ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക കണ്ടെത്തലുകൾ ആവർത്തിച്ചാണ് പൂർണ്ണ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറിയത്. കരൾ രോഗം മൂർച്ഛിച്ചതും ആന്തരിക രക്തസ്രാവവും വൃക്കരോഗവും മരണത്തിന് കാരണമായി. കരൾ ഗുരുതരാവസ്ഥയിലായിട്ടും വലിയ അളവിൽ ബിയർ ഉപയോഗിച്ചത് ആരോഗ്യസ്ഥിതി മോശമാക്കി. മരണസമയത്ത് കരളിൽ വെള്ളം കെട്ടുന്ന അവസ്ഥയിലായിരുന്നു. വൃക്കയിൽ രക്തസ്രാവവും അണുബാധയും മൂലം പഴുപ്പ് ബാധിച്ചിരുന്നു. ഇതും മരണത്തിലേക്ക് നയിച്ചുവെന്നാണ് ഡോക്ടർമാരുടെ കണ്ടെത്തൽ. ഗുരുതരാവസ്ഥയിലായ കലാഭവൻ മണിയെ ചികിത്സിച്ച കൊച്ചിയിലെ അമൃത ആശുപത്രി അധികൃതരിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തു. മണിയെ ചികിത്സിച്ച ഡോക്ടർമാരും ലാബ് ടെക്നീഷ്യന്മാരും കീടനാശിനിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലെന്ന് മൊഴി നൽകി. അബോധാവസ്ഥയിലായ ദിവസവും മണി പതിവ് മരുന്നുകൾ കഴിച്ചിരുന്നു. എന്നാൽ മണിയുടെ ശരീരത്തിൽ മെഥനോൾ കണ്ടെത്തിയതായി മൊഴിയുണ്ട്. കാക്കനാട്ടെ സർക്കാർ ലബോറട്ടറിയിൽ നടത്തിയ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനയിലാണ് കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയത്. എന്നാൽ എത്ര അളവിൽ കീടനാശിനി ശരീരത്തിലെത്തിയെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്താനായില്ല. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് ആന്തരിക അവയവങ്ങളും രക്തവും മൂത്രവും ഹൈദരാബാദിലേക്ക് പരിശോധനയ്ക്ക് അയച്ചത്. മരണകാരണം സ്ഥിരീകരിക്കാൻ കേന്ദ്ര ഫോറൻസിക് ലബോറട്ടറിയിലെ രാസപരിശോധനാ ഫലത്തിനായുള്ള കാത്തിരിപ്പിലാണ് അന്വേഷണ സംഘം. കൊലപാതകം, ആത്മഹത്യ എന്നിവയ്ക്കൊപ്പം സ്വാഭാവിക മരണത്തിന്റെ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപുള്ള മന്ത്രിസഭാ യോഗങ്ങളിൽ സർക്കാരിന്റെ കടുംവെട്ട്. 4 മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്നായി ഭൂമാഫിയയ്ക്ക് വേണ്ടി എടുത്തത് 182 തീരുമാനങ്ങൾ. ഓരോന്നിനും അനുമതി നൽകിയത് 2 മിനിറ്റ് പോലും ചർച്ച നടത്താതെ. ഭൂസംരക്ഷണ നിയമവും ഭൂപരിധി നിയമവും നെൽവയൽ തണ്ണീർത്തട നിയമവും അട്ടിമറിച്ചാണ് ഭൂരിഭാഗം തീരുമാനങ്ങളും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് ഫെബ്രുവരി ഒടുവിലത്തെ ആഴ്ചയിൽ 4 മന്ത്രിസഭാ യോഗങ്ങളാണ് ചേർന്നത്. 400ഓളം ഫയലുകൾ അജണ്ടയ്ക്ക് പുറത്തുനിന്ന് പരിഗണിച്ചു. 220 തീരുമാനങ്ങളെടുത്തു. ഇതിൽ 182 തീരുമാനങ്ങളും ഭൂമാഫിയയ്ക്ക് വേണ്ടി റവന്യൂ വകുപ്പ് നടത്തിയ ഇടപെടലുകളായിരുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സന്തോഷ് മാധവന് ഭൂമി പതിച്ചു നൽകാനുള്ള വിവാദ തീരുമാനം ഫെബ്രുവരി 26 മന്ത്രിസഭായോഗ തീരുമാനമാണ് എടുത്തത്. മാർച്ച് 2 സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. 1600 കോടി നിക്ഷേപവും 20 കോടി തൊഴിലവസരവുമുള്ള പദ്ധതിയായതിനാലാണ് ഭൂപരിധി നിയമത്തിൽ ഇളവ് നൽകുന്നതെന്നാണ് വിശദീകരണം. എന്നാൽ 127 ഏക്കർ നെൽവയലാണ് നികത്തുന്നതെന്ന കാര്യം മറച്ചുവെക്കപ്പെട്ടു. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് വയൽ നികത്താൻ മന്ത്രിസഭയ്ക്ക് അനുമതി നൽകാനാകില്ല. വിവാദ സന്യാസി സന്തോഷ് മാധവൻ ബിനാമി ഇടപാടിൽ വാങ്ങിക്കൂട്ടിയ ഭൂമിയാണെന്ന പോലീസ് റിപ്പോർട്ടും മറച്ചുവച്ചാണ് അടിയന്തര പ്രാധാന്യത്തോടെ ഉത്തരവിറക്കിയത്. സമാനമായ രീതിയിൽ കരുണ എസ്റ്റേറ്റിന്റെ 833 ഏക്കർ ഭൂമിക്ക് കരമൊടുക്കാൻ നൽകിയ അനുമതി, മെത്രാൻ കായൽ നികത്തൽ, കടമക്കുടി നിലനികത്തൽ, വൈക്കത്ത് ചെമ്പിൽ 127 ഏക്കർ നിലനികത്തൽ, ഇടുക്കിയിലെ പീരുമേടിൽ ഹോപ്സ് പ്ലാന്റേഷന് 728 ഏക്കർ ഭൂമിക്ക് അംഗീകാരം നൽകൽ തുടങ്ങിയ തീരുമാനങ്ങളെല്ലാം ഫെബ്രുവരി അവസാന ആഴ്ചയിലെ മന്ത്രിസഭാ യോഗങ്ങളിലായിരുന്നു. 182 തീരുമാനങ്ങളിലൂടെ 2500ഓളം ഏക്കർ ഭൂമി പതിച്ചു നൽകിയതായാണ് പുറത്തുവരുന്ന വിവരം. പദ്ധതികൾ സംബന്ധിച്ച ഫയലുകൾ അതീവ രഹസ്യമായി സൂക്ഷിക്കാനും ഉദ്യോഗസ്ഥർക്ക് സർക്കാരിന്റെ നിർദ്ദേശമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാസർഗോഡ് ജില്ലയിൽ നിയമവിരുദ്ധമായി വിറ്റ സർക്കാർ ഭൂമിക്ക് നിയമസാധുത നൽകിയ റവന്യൂ വകുപ്പിന്റെ ഉത്തരവ്. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് കാസർഗോഡ് ദളാൽ പ്രകാശ് എസ്റ്റേറ്റ് മുറിച്ചുവിറ്റ 264.41 ഏക്കർ ഭൂമിയുടെ കരം സ്വീകരിക്കാനാണ് റവന്യൂ വകുപ്പ് ഉത്തരവിട്ടത്. സർക്കാർ ഭൂമി കോടികൾക്ക് വിറ്റ കമ്പനിക്കെതിരെ കേസില്ല.
കാസർഗോഡ് ജില്ലയിൽ ഹോസ്ദുർ താലൂക്കിൽ പ്രകാശ് പ്ലാന്റേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കേരള ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് മുറിച്ചുവിറ്റ 264.41 ഏക്കർ ഭൂമിക്ക് നിയമസാധുത നൽകിയുള്ള ഉത്തരവാണ് റവന്യൂ വകുപ്പ് പുറത്തിറക്കിയത്. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. ഭൂപരിഷ്കരണ നിയമപ്രകാരം 275 ഏക്കർ ഭൂമിക്കാണ് തോട്ടത്തിന് നൽകുന്ന ഇളവ് വ്യവസ്ഥകൾക്കനുസൃതമായി നൽകിയിരുന്നത്. എന്നാൽ ഇളവ് വ്യവസ്ഥ ലംഘിച്ച് കമ്പനി പലപ്പോഴായി ഭൂമി മുറിച്ചുവിറ്റു. നിയമലംഘനം നടത്തിയ കമ്പനിയുടെ കൈവശമുള്ള ഭൂമി മിച്ചഭൂമിയായി ഏറ്റെടുക്കണമെന്നതാണ് ചട്ടം. 205 വ്യക്തികൾക്കായാണ് ഭൂമി കമ്പനി കൈമാറിയിരിക്കുന്നത്. ഇവരുടെ അപേക്ഷ പരിഗണിച്ചാണ് കമ്പനി കോടിക്കണക്കിന് രൂപയ്ക്ക് മുറിച്ചുവിറ്റ മിച്ചഭൂമിക്ക് കരം സ്വീകരിക്കാൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. 5 സെന്റ് മുതൽ 15 ഏക്കർ വരെയാണ് കമ്പനി സർക്കാർ ഭൂമി കൈമാറിയത്. സർക്കാർ ഭൂമി വിറ്റ കമ്പനിക്കെതിരെ റവന്യൂ വകുപ്പ് ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്നതും ദുരൂഹമാണ്. മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനപ്രകാരം പുറത്തിറങ്ങിയ ഉത്തരവിന്റെ പിന്നിൽ കോടികളുടെ ഇടപാടുകൾ നടന്നതായാണ് സൂചന. ലെസ്ലി ജോൺ, ഇടുക്കി. കാസർഗോഡ് ദളാൽ എസ്റ്റേറ്റിന്റെ ഉടമ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇഷ്ടക്കാരനായിരുന്ന പുതുപ്പള്ളിക്കാരൻ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തെരഞ്ഞെടുപ്പ് കൺവീനറായിരുന്ന CG ജോർജിന്റേതാണ് പ്രകാശ് എസ്റ്റേറ്റ്. പരേതനായ ജോർജിന്റെ മകനാണ് നിലവിലെ MD. നിയമവിരുദ്ധമായി ഭൂമി വിറ്റതിന് വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത കാര്യം മറച്ചുവെച്ചാണ് മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരന് വേണ്ടി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത്. കേരള ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് കാസർഗോഡ് ബലാളിൽ 264.41 ഏക്കർ സർക്കാർ ഭൂമി കോടികൾക്ക് മറച്ചു വിറ്റത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ വിശ്വസ്തനായ CG ജോർജ് ആണ്. മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് തുടക്കം കുറിച്ച പുതുപ്പള്ളി വില്ലേജ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, മീനടം പ്രിയദർശിനി സ്പില്ലിംഗ് മില്ല് തുടങ്ങിയവയുടെ സാരഥ്യം CG ജോർജിനായിരുന്നു. കൂടാതെ പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ്, മുഖ്യമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങി നിലകളിലും CG ജോർജ് പ്രവർത്തിച്ചു വന്നു. ഇതാണ് സർക്കാർ ഭൂമി മറച്ചുവിറ്റതിന് നിയമസാധുത നൽകാൻ കാരണമായിരിക്കുന്നത്. 275 ഏക്കറുള്ള തോട്ടത്തിലെ നിയമവിരുദ്ധ ഇടപാടുകൾക്കെതിരെ നിലവിലെ ഉടമയും CG ജോർജിന്റെ മകൻ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിജിലൻസ് കേസ് നിലനിൽക്കുന്നുണ്ട്. ഇത് മറച്ചുവെച്ചാണ് മിച്ചഭൂമിയായി സർക്കാർ ഏറ്റെടുക്കേണ്ടിയിരുന്ന ഭൂമി 205 വ്യക്തികൾക്കായി കൈമാറിയത്. പണം നൽകി ഭൂമി വാങ്ങിയവരുടെ ദുരിതം അപേക്ഷയായി എഴുതി വാങ്ങിയാണ് നിയമവിരുദ്ധമായി വിറ്റ ഭൂമിക്ക് കരമീടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കരം സ്വീകരിച്ചാൽ ഭാവിയിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിലവിൽ പണം നൽകിയവർക്ക് ലഭിക്കില്ല. മാത്രമല്ല, സമാനമായി കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾക്ക് സർക്കാരിന്റെ പുതിയ ഉത്തരവ് തിരിച്ചടിയാകുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ലെസ്ലി ജോൺ, ഇടുക്കി. വിവാദസ്വാമി സന്തോഷ് മാധവനും കൂട്ടരും ചേർന്ന് വടക്കൻ പറവൂരിലും മാളയിലുമായി വാങ്ങിക്കൂട്ടിയത് അത്രയും തണ്ണീർത്തട നെൽവയൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങൾ. സർക്കാരിന്റെ പുതിയ ഉത്തരവ് മൂലം പ്രതിസന്ധിയിലാകുന്നത് ചുറ്റുപാടുമുള്ള ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ്. പുത്തൻവേലിക്കരയിലും പരിസരത്തുമായി ഏതാണ്ട് 500 ഏക്കറോളം പാടശേഖരമാണുള്ളത്. ഇതിൽ താഴഞ്ചിറപ്പാടം എന്ന സ്ഥലത്താണ് വിവാദസ്വാമി കൃഷിയിടങ്ങൾ ചുരുങ്ങിയ വിലയിൽ വാങ്ങിക്കൂട്ടിയത്. പലരിൽ നിന്നുമായി 130 ഏക്കറോളം ഭൂമി സ്വന്തമാക്കി. പിന്നെയും കൃഷി ചെയ്യുന്ന 100-ലധികം ഏക്കർ ഭൂമി ഇവിടെ ബാക്കിയുണ്ട്. 2009 മിച്ചഭൂമിയായി കണ്ട സർക്കാർ ഏറ്റെടുത്തതോടെ ഇവിടം കർഷകർക്ക് വിട്ടു നൽകണം എന്ന ആവശ്യമുയരുന്നുണ്ട്. പല കൃഷിയിടങ്ങളിലും കർഷക കൂട്ടായ്മകൾ രൂപപ്പെട്ട് നെൽകൃഷി ഉൾപ്പെടെയുള്ളവ വീണ്ടും സജീവമായി വരുന്നതിനിടെയാണ് സർക്കാർ പുതിയ ഉത്തരവിലൂടെ ഞെട്ടിച്ചിരിക്കുന്നത്. എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും സർക്കാർ നേതൃത്വത്തിൽ തന്നെ അട്ടിമറിച്ചതോടെ മറ്റു കൃഷിയിടങ്ങളുടെ നിലനിൽപ്പാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. 100 രൂപ മുതൽ 500 രൂപ വിലയ്ക്ക് കൈവശം വയ്ക്കുകയും ഇത് അതാത് കർഷകന് തന്നെ നിലനിർത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ല എങ്കിൽ അത് ഗവൺമെൻറ് തിരിച്ച് ഏറ്റെടുത്ത് പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ ഇന്നത്തെ ഈ ജനങ്ങളുടെ ആവശ്യം. സ്ഥലം MLAയും KPCC വൈസ് പ്രസിഡന്റുമായ VD സതീശൻ ഉത്തരവിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. IT വ്യവസായം എന്ന പേരിലാണ് പദ്ധതിയെങ്കിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്കാണ് ഭൂമി കൈമാറിയിരിക്കുന്നതെന്ന് വ്യക്തം. ഉത്തരവിനെതിരെ വരും ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ ശക്തമാകാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മറ്റു വാർത്തകളിലേക്ക്. P. ജയരാജന് ജാമ്യം. തലശ്ശേരി സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജന് ജാമ്യം അനുവദിച്ചുകൊണ്ട് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിട്ടു. 50,000 രൂപയിലും 2 ആൾജാമ്യത്തിലുമാണ് ജാമ്യം അനുവദിച്ചത്.
2 മാസത്തേക്കോ ചാർജ് ഷീറ്റ് നൽകുന്നതുവരെയോ ജില്ലയിൽ പ്രവേശിക്കരുതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നും സാക്ഷികളെ സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ ശ്രമിക്കരുതെന്നുമുള്ള വ്യവസ്ഥയിലാണ് ജാമ്യം. എളന്തോട്ടത്തിൽ മനോജ് കൊല്ലപ്പെട്ട് 505 ദിവസം വരെ പി.ജെ. രാജൻ കേസിൽ പ്രതിയല്ലെന്നായിരുന്നു CBI കോടതിയെ അറിയിച്ചത്. അതേസമയം CBI അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാകാൻ CBI അദ്ദേഹത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തു. ഇത് RSSന്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി CBI അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണെന്ന് നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് പി.ജെ. രാജൻ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത്. എന്നാൽ പ്രതിയല്ലാത്തൊരാൾക്ക് മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ലെന്നായിരുന്നു അന്ന് കോടതി പറഞ്ഞത്. ഉടൻ CBI അദ്ദേഹത്തെ UAPA വകുപ്പ് ചേർത്ത് പ്രതിപട്ടികയിൽ ചേർക്കുകയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുകയും ചെയ്തു. ഇതിനിടെ RSSന്റെ കണ്ണൂരിൽ നടന്ന ചിന്തൻ ബൈഠക്കിൽ പങ്കെടുക്കാനെത്തിയ മോഹൻ ഭാഗവത് അടക്കമുള്ള RSS നേതൃത്വം രാജ്നാഥ് സിംഗുമായി ചേർന്ന് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നതാണ് പി.ജെ. രാജനെ കേസിൽ പ്രതി ചേർത്തതെന്ന് തെളിയിക്കുന്ന RSS നേതൃത്വത്തിന്റെ കത്തും പുറത്തുവന്നു. ഇതിനിടെ കോടതിയിൽ കീഴടങ്ങിയ പി.ജെ. രാജനെ കോടതി 1 മാസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഹൃദയസംബന്ധമായി ഗുരുതര പ്രശ്നങ്ങളുള്ള അദ്ദേഹത്തെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പരിയാരം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ശ്രീചിത്ര മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ ചികിത്സയ്ക്ക് വിധേയനാക്കി. ചികിത്സയിൽ കഴിയുന്ന ജയരാജനെ 3 ദിവസം CBI ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. അദ്ദേഹത്തിനെതിരായ തെളിവുകൾ എവിടെയെന്ന കോടതിയുടെ ചോദ്യത്തിന് അഭിഭാഷകർക്ക് തെളിവുകളൊന്നും ഹാജരാക്കാനായതുമില്ല. 1 മാസത്തെ റിമാൻഡിന് ശേഷം ഏപ്രിൽ 8 വരെ റിമാൻഡ് കാലാവധി നീട്ടിയ സാഹചര്യത്തിലാണ് പി.ജെ. രാജൻ ജാമ്യത്തിനായി വീണ്ടും കോടതിയെ സമീപിച്ചത്. തികച്ചും RSS നടത്തിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമാണ് UAPA വകുപ്പും പ്രതിപട്ടികയുമെന്ന അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ വാദം കോടതി അംഗീകരിച്ചതിന്റെ തെളിവാകുകയാണ് അദ്ദേഹത്തിന് ലഭിച്ച ജാമ്യം. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തെരഞ്ഞെടുപ്പ് കാലത്ത് പി.ജെ. രാജനെ ജയിലിൽ അടയ്ക്കാമെന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മോഹം പൊലിഞ്ഞുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഉമ്മൻചാണ്ടി കുമ്മനം കൂട്ടുകെട്ടിനുണ്ടായ തിരിച്ചടിയാണിത്. കോടതിയിൽ പരിഹാസ്യമായ വാദമുഖങ്ങൾ അവതരിപ്പിച്ച് CBI നാണം കിട്ടു. മലർന്നു കിടന്ന് തുപ്പുന്നതുപോലെയായിരുന്നു CBIയുടെ വാദങ്ങൾ. RSSനെ തൃപ്തിപ്പെടുത്താൻ CBI കെട്ടിച്ചമച്ച കേസാണിതെന്നും കോടിയേരി ആരോപിച്ചു. CBI പരിഹാസ്യമായ വാദമുഖങ്ങൾ അവതരിപ്പിച്ച് നാണം കെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് RSSനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി CBI കെട്ടിച്ചമച്ചൊരു കേസാണ്. ഇലക്ഷൻ ഘട്ടത്തിൽ ജയരാജൻ ഇവിടെ പ്രവർത്തന രംഗത്തുണ്ടാകാൻ പാടില്ല. അതാണ് ഉമ്മൻചാണ്ടിയും കുമ്മനം രാജശേഖരനും ഉദ്ദേശിച്ചത്. VM സുധീരൻ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടുവച്ച ഏറ്റവും വലിയൊരു ബോംബാണ് ഇന്ന് നനഞ്ഞ പണക്കമായിട്ട് മാറിയിരിക്കുന്നത്. അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം എന്ന് പ്രചരിപ്പിച്ച് ഈ ഇലക്ഷൻ പ്രചരണ രംഗത്ത് ഒരു പ്രധാനമായ പ്രചരണ ആയുധമാക്കാനായിരുന്നു VM സുധീരൻ പി. ജയരാജനെ പ്രതിയേർത്ത നടപടിയെ സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നത്. ആ VM സുധീരൻ്റെ ആ കുരുട്ട് ബുദ്ധിക്ക് ഏറ്റൊരു തിരിച്ചടി കൂടിയാണ് ഇന്നത്തെ ഈ കോടതിയുടെ വിധി.